Hey my beautiful, welcome back to my Pups channel. Late night message from your higher self. നിങ്ങളുടെ higher selfൽ നിന്നും ഈ സമയം നിങ്ങൾക്ക് കേൾക്കേണ്ട മെസ്സേജ് എന്നാണ് നമ്മൾ ക്വിക്കായിട്ട് കളക്റ്റീവായിട്ട് നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫ് എന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ഫോമിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സെർവ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ബ്ലോസം സിറ്റുവേഷൻ. ഓക്കെ, സോ പല കാര്യത്തിന്റെയും ഒരു റിയൽ ഫോമിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള സെൽഫ് ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന ചില ഇൻഫർമേഷൻസ്, നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ഒരു പാസിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ആൻഡ് ലൈഫ് കൂടുതൽ കളർഫുൾ ആക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾക്ക് സന്തോഷവും കുറച്ചുകൂടി ഒരു മനോഹരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആക്കുന്ന ചില എക്സ്പീരിയൻസും ആളുകളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്, കണക്റ്റഡ് ആവുന്നുണ്ട്. സോ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്? ലേസിനെസ്. സോ ഇത് പ്രോബബ്ലി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ലേസി ആവുന്നുണ്ട്. പക്ഷെ ഇതുവരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് നമുക്ക് ആ ഒരു ലേസിനെസ് വേണം. ചില സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണം, അല്ലെ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നമ്മളുടേതായിട്ടുള്ളൊരു ഹാപ്പിനെസ്സിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജും അതാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ടയേർഡ്, എക്സോസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ഓക്കെ ടു ബി ലേസി. ഓക്കെ, വെറുതെ ഇരിക്കുക, മനസ്സ് റിലാക്സ് ആക്കുക. ഓക്കെ, അതുപോലത്തെ കാര്യങ്ങൾ വെറുതെ ഇരിക്കുക, മനസ്സ് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, എവിടെയെങ്കിലൊക്കെ വെക്കേഷന് പോവുക. ഇതൊക്കെ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആണ്. നിങ്ങൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ചില പ്ലേസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഒരു വെക്കേഷൻ പോലെ, ഒരു ഹോളിഡേ പോലെ ചില പ്ലേസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കണം, ബീച്ച് ഏരിയാസിൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം, വെള്ളം കാണുന്ന പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വെക്കേഷൻ, നിങ്ങളുടെ ഒരു ഹോളിഡേ മൂഡിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതുപോലത്തെ പ്ലേസിൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡിസേർവ് ആണ് ചില കാര്യങ്ങൾ. വെറുതെ ഇരിക്കുക, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ബി ലേസി. ദ മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്. കാരണം നിങ്ങൾ ചില കാര്യങ്ങളിലേക്കൊക്കെ ഒരു ആഴത്തിലേക്ക് നിങ്ങൾ പോവാണ്. ചില കാര്യത്തിന്റെ ഒക്കെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയം, എസ്പെഷ്യലി ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുകയാണ് ചിലത് നിങ്ങൾക്ക് വളരെ പ്രത്യേകിച്ചൊന്നും ആക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യത്തിലോടൊക്കെ ഒരു മെച്യൂർഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നു. ചില കാര്യത്തിനോട് നിങ്ങൾക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ലൈഫിൽ അച്ചീവ് ചെയ്തത് നിങ്ങൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചില നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ ചില കാര്യങ്ങളോട് നിങ്ങൾക്കൊരു ഡിസ്കണക്ട് തോന്നുകയാണ്, വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവാൻ വെരി സൂൺ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില ലൈഫ് എക്സ്പീരിയൻസിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിലേക്കെങ്കിലൊക്കെ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ഡൈവ് ചെയ്യാൻ പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയൊരു, നിങ്ങളുടെ മനസ്സ് കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ, നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ച് ഒരുപാട് മനപ്രയാസപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഒരുപാട് പ്രഷർ നിങ്ങൾക്ക് സ്വയം കൊടുക്കേണ്ട കാര്യമില്ല. മെസ്സേജ് ഫോർ യു, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ.
ചില ആളുകൾക്ക് നിങ്ങൾ ചില സിറ്റുവേഷനിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ പോവേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഡീപ്പർ ലെവലിൽ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, കണക്ഷൻ, ഫീലിങ്സ്, നിങ്ങളുടെ പാഷൻ. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പൊതുവേ ഒരു സൈലന്റ് മോഡിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. രാത്രി എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു രാത്രിയുടെ ഒരു സൈലൻസ് ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. കംപ്ലീറ്റ്ലി ഒന്ന് ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം ചില ആളുകൾ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആവണം. ഓക്കെ, കാരണം ചില കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾ ചില കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുന്നു, ലേസിനെസ് കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എപ്പോഴും ശീലമായിട്ട് ചെയ്യുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ചില ആളുകൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് സമയമായിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്സ് നിങ്ങൾ കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്. അത് ഈവൻ ലൈക്ക് ചില റിലേഷൻഷിപ്പ് കണക്ഷനിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ടയേർഡ് ആയിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യുക. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾ പോവുക. ചില കാര്യങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ട് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഓൾറൈറ്റ്. ഓർ ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ പോസ്റ്റ്പോൺ ചെയ്യുന്നത്, എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, നിങ്ങൾ മാറ്റി വെക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ പേടിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ഫേസ് ചെയ്യാൻ പേടിക്കുന്ന ചില കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ എത്ര മാറ്റി വെച്ചാലും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില കണക്ഷൻസ് ആയിരിക്കാം, ചില പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ചില ആളുകളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ചില ആളുകളുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാന്നുള്ളത്. അത് മേ ബി എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഒരാളുടെ കൂടെ നിൽക്കുക, അത് മേ ബി നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ മസ്റ്റായിട്ട് ഡീൽ ചെയ്യണം ചില സിറ്റുവേഷൻസ്, അല്ലെ? ചിലത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണ് നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്നത്, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ലേസിനെസ് കാണിക്കുക, ഒരു പോസ്റ്റ്പോൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. വാട്ട്സ് എ മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്? What is the message from your higher self? Guidance. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ചില സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈഫ് നിങ്ങളെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? ഗൈഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോബബ്ലി നിങ്ങളുടെ ലൈഫിലെ ചില ഇവന്റ്സ് നിങ്ങളുടെ പ്ലാന് പോലെ ആയിരിക്കില്ല സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കില്ല പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ട കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ചിലത് നിങ്ങൾ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അവിടെ സൈലന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ് അത്, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. വാട്ട് ഇഫ് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു ഫ്ലോ ആണ് അത്. ചിലതിലൂടെ നമ്മൾ പോയാല്, ചില ചലഞ്ചിലൂടെ നമ്മൾ പോയാലേ നമ്മളുടെ ഒരു റൈറ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും, എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും, നമ്മുടെ മൈൻഡ് എത്ര കൺഫ്യൂസ്ഡ് ആക്കുന്നതോ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ചിലതിലേക്ക് നമ്മൾ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം എടുക്കുക. ചില ആളുകൾ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ വളരെ എക്സോസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ ഒരുപാട് റെസ്റ്റ് എടുത്തു, ഇനി മസ്റ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ട ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. എന്താണ് ലൈഫിൽ നിങ്ങളൊരു ചലഞ്ച് ആയിട്ട് അവിടെ എവിടെയോ കാണുന്നത്, പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കുക, ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.